നമസ്കാരം. CPI അത്ര വലിയ ശക്തിയുള്ള പാർട്ടിയൊന്നും. പണ്ട് നമ്മുടെ നാട്ടിൽ മലബാറിലൊരു പഴഞ്ചൊല്ലുണ്ട്, നമ്പൂരിയുടെ വെളിച്ചത്തിൽ വാരുടെ ഊണെന്ന്. അങ്ങനെ കഴിഞ്ഞു കൊടുത്തൊരു പാർട്ടിയാണ്. അതുകൊണ്ട് അത് വലിയ പാർട്ടിയായി ഇവിടെ ബമ്പന്മാരായിട്ടൊന്നും ജനങ്ങൾ കാണുന്നില്ല. എന്തൊരവസ്ഥയാണല്ലേ. മകനോ മകളോ അപ്പനോടോ അമ്മയോടോ ചോദിക്കുന്ന പോലൊരു ചോദ്യമാണ് ഇപ്പോൾ ഈ LDFിൻ്റെ കൺവീനറൊക്കെ ആയിട്ട് ഇരുന്നിട്ടുള്ള ഈ EP ജയരാജൻ ചോദിക്കുന്നത്. CPIക്ക് ഒരു പാർട്ടിയാണോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന പേരിലാണ് ഇവിടെ ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആദ്യം രൂപം കൊള്ളുന്നത്. ആദ്യത്തെ രൂപമാണ് CPI എന്ന ഈ പാർട്ടി. പിന്നീടാണ് അവർ തമ്മിൽ അകത്ത് ആഭ്യന്തര പ്രശ്നമൊക്കെ ഉണ്ടായി. VS ഉൾപ്പെടുന്ന കുറേ പേർ ആ പാർട്ടിയിൽ നിന്ന് പിളർന്നു മാറിയാണ് CPIM ഉണ്ടായത്. ഒരു എമ്മും കൂടെ ചേർന്നു, മാർക്സിസ്റ്റ് എന്നും കൂടെ ചേർന്നു. ആ പിളർന്നു വന്നവരാണ് പിന്നീട് വലുതായി ആദ്യകാലത്തൊക്കെ. ഇപ്പോഴും കേരളത്തിന് പുറത്ത് ഈ വിദ്യാർത്ഥി പ്രസ്ഥാനമൊക്കെ ASF ആണ് SFIയേക്കാളും വലുത്. അപ്പോൾ അവർ ഇപ്പോഴും കേരളത്തിന് പുറത്ത് ഞങ്ങൾക്കാണ് ശക്തി എന്ന് പറഞ്ഞ് മേനിടിക്കുന്നവരാണ്. എന്നാൽ കേരളത്തിൽ ഇപ്പോൾ നിലവിൽ ഭരണമുള്ളത് കേരളത്തിൽ മാത്രമാണ് ഇടതുപക്ഷത്തിന്. അപ്പോൾ ഇവിടുത്തെ ഭരണത്തിൻ്റെ ആ ഒരു ഹുങ്കിലാണ് CPI ഒക്കെ ഒരു പാർട്ടിയാണോ എന്ന് ചോദിക്കുന്നത്. സംഗതി ശരിയാണ്, ഇവിടെ അവർക്ക് വലിയ അണികളൊന്നുമില്ല. CPMൻ്റെ കൂടി കനിവിലാണ് അവർ ജയിച്ചു കയറുന്നതും ചൊളിവിൽ MLAയും മന്ത്രിയൊക്കെ ആയിട്ടിരിക്കുന്നത്. ഇപ്പോൾ എത്രയൊക്കെ പ്രശ്നം അകത്തുണ്ടെങ്കിലും ശരി, അവർക്ക് കളഞ്ഞിട്ട് പോകാൻ പറ്റില്ല. കളഞ്ഞിട്ട് എങ്ങോട്ട് പോകും? UDFിലേക്ക് പോകാം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കോൺഗ്രസ്, അതിനുശേഷം മുസ്ലിം ലീഗ്. ഒരുപക്ഷെ അടുത്ത തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് ആയിരിക്കും അവിടുത്തെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാവാൻ പോകുന്നത്. രണ്ടാമത് മാത്രമായിരിക്കും ഒരുപക്ഷെ കോൺഗ്രസിൻ്റെ സ്ഥാനം. അത് കഴിഞ്ഞിട്ടായിരിക്കും CPIയുടെ സ്ഥാനം. അപ്പോൾ LDFനാണെങ്കിൽ ഇപ്പോൾ രണ്ടാം സ്ഥാനം പേരിനെങ്കിലും കിട്ടുന്നുണ്ട്. അപ്പുറത്തോട്ട് പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മൂന്നാം സ്ഥാനമേ കിട്ടത്തുള്ളൂ. എവിടെ പോകും? BJPയിലേക്ക് പോകാൻ പറ്റുമോ? ശരിക്കും ഗതികെട്ട അവസ്ഥയിലാണ് CPIയുടെ കാര്യം. ഇപ്പോൾ തന്നെ ഈ PM ശ്രീ പദ്ധതിയിൽ ഇവർക്ക് വലിയ എതിർപ്പുണ്ട്, പക്ഷേ നിവൃത്തിയില്ല. ഇവർക്ക് വലിയ എതിർപ്പുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഖജനാവിൽ പണമില്ല അല്ലെങ്കിൽ പദ്ധതികൾക്ക് നടത്താൻ പണമില്ല എന്ന് പറഞ്ഞാൽ ഒരു CPIയുടെ MLAയോടോ അല്ലെങ്കിൽ CPIയുടെ മന്ത്രിമാരോടോ ജനങ്ങൾ ചോദിക്കില്ല. ജനങ്ങൾ ചോദിക്കുന്ന ആരോടാണ്? പിണറായി വിജയനോടും CPMനോട് ചോദിക്കത്തുള്ളൂ. മറുപടി പറയേണ്ടത് അവരാണ്, ഉത്തരം പറയേണ്ടത് അവരാണ്. അപ്പോൾ ഏതാണ്ട് 1600 കോടിയോളം ഈ PM ശ്രീയിൽ കേരളത്തിന് കിട്ടും. അതിൽ കുറേയൊക്കെ ആ PM ശ്രീ തന്നെ നടപ്പിലാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കാൻ കുറേയൊക്കെ വക മാറ്റാം. എന്നിട്ട് പിന്നെ എന്തെങ്കിലും അവതാ പറഞ്ഞാൽ മതി. കേന്ദ്രം ചോദിക്കുമ്പോൾ സാവകാശം കിട്ടും. പണമാണല്ലോ മുഖ്യം. അപ്പോൾ ആ പണം വാങ്ങിയെടുക്കാൻ വേണ്ടി ഇപ്പോൾ 2 വർഷത്തോളം കാലതാമസം വന്നു. ബാക്കിയുള്ള സംസ്ഥാനങ്ങളൊക്കെ ഈ സംഗതിയിൽ അംഗമായി. ഇനി വളരെ കുറച്ച് സ്കൂളുകൾക്ക് കൂടി മാത്രമേ ഇതിൽ പങ്കെടുക്കാൻ പറ്റത്തുള്ളൂ. അതിനുശേഷം തീർന്നു. അപ്പോൾ ആ അവസരം കൂടി കളഞ്ഞാൽ സംഗതി കോഞ്ഞാട്ടയാവും എന്ന് പിണറായിക്കും മറ്റു കൂട്ടർക്കും അറിയാം. അപ്പോൾ അത് കഴിഞ്ഞ ദിവസങ്ങൾ വരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം വിഴുങ്ങിക്കൊണ്ട് ഇപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഈ ചുടുചോറ് വായിക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ ഒരു പ്രത്യേക കൂട്ടനുണ്ട്, ഒരു കൊട്ടേഷൻ സ്റ്റുഡൻറ്റ് ഗ്രൂപ്പ് ഉണ്ടല്ലോ, SFI എന്ന് പറഞ്ഞ്. അവന്മാർ ഇതിനെതിരെ വലിയ സമരവും മറ്റുമൊക്കെ ആയിരുന്നു. ഒറ്റ എണ്ണത്തിൻ്റെ അണ്ണാക്കി നാക്കില്ല. ഇപ്പോൾ ഒറ്റ എണ്ണത്തിന് അനക്കമില്ല. ഒരു മെലിഞ്ഞിട്ടൊരുത്തനുണ്ടല്ലോ, ഒരു ശിവപ്രസാദ് എന്ന് പറഞ്ഞാൽ ആശ്രമമായിട്ട് അവനെന്തോ ആണല്ലോ ഇപ്പോൾ പുതിയ, അവനൊന്നും ഒരു അനക്കമില്ല, മിണ്ടാൻ പറ്റില്ല അവർക്ക്. അപ്പോൾ അത് ഈ 2-3 ദിവസത്തിന് മുമ്പ് തന്നെ കേന്ദ്രമായിട്ട് ഒപ്പിട്ടു. ആ ഒപ്പിട്ട് കഴിഞ്ഞിട്ടും ആ വിവരം പുറത്ത് പറയാതെ കഴിഞ്ഞ ദിവസം മാത്രമാണ് ഇത് പുറത്തേക്ക് ഞങ്ങൾ ഒപ്പിട്ടു എന്നുള്ള വിവരം പുറത്തോട്ട്. മന്ത്രിസഭയ്ക്കകത്ത് ഇതിനെപ്പറ്റി ചർച്ചയില്ല. ശരിക്കും CPI മാത്രമല്ല, കേരള കോൺഗ്രസ് എമ്മുകാരും വലിയ അതൃപ്തിയിലാണ്. പക്ഷേ നിവൃത്തിയില്ല. എമ്മിന് പക്ഷേ നിവൃത്തിയുണ്ട് കേട്ടോ. എമ്മിന് വേണമെങ്കിൽ പഴയ ലാവണത്തിലേക്ക് തന്നെ തിരിച്ചങ്ങ് പോകാം, UDFിലേക്ക് തന്നെ പോകാം. ഇവിടുത്തെ അതേ സ്ഥാനം തന്നെ അവർക്ക് അവിടെയും കിട്ടും. ഇവിടെയും 3ാം സ്ഥാനം, അവിടെ പോയി കഴിഞ്ഞാൽ 3ാം സ്ഥാനം തന്നെ കിട്ടും. പക്ഷേ CPIയുടെ അവസ്ഥയാണ് അവസ്ഥ. യഥാർത്ഥത്തിൽ ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തുടങ്ങിയത് CPI എന്ന പേരിലാണ്. അത് പിളർന്ന് ആണ് CPIM ആയത്. ആ പിളർന്ന് പോയ ഭാഗം വലുതായി ഇപ്പോൾ മാതാവിനെ അല്ലെങ്കിൽ പിതാവിനെ വെല്ലുവിളിക്കുന്ന കാഴ്ചയാണ്. വേണമെങ്കിൽ പൊക്കോ എന്ന് പറയുന്നൊരു കാഴ്ചയാണ്. അതിനൊരു ഉപമയോടെ പറയുന്നുണ്ട്. മലബാർ ഭാഗത്തൊക്കെ ഒരു ഇതുണ്ടത്രേ. അതായത് നമ്പൂതിരിയുടെ വെളിച്ചത്തിൽ ചോറ് കഴിക്കുന്ന, ഭക്ഷണം കഴിക്കുന്ന ആളാണ് വാര്യർ എന്ന തരത്തിലൊരു ചൊല്ലും കൂടെ പറഞ്ഞു വെച്ചിരിക്കുകയാണ് ഈ ചിറ്റപ്പൻ ജയരാജൻ എന്ന് പറയും. ഇതൊക്കെ കേൾക്കുന്ന CPIക്കാരുടെ അവസ്ഥ ഓർക്കുമ്പോൾ സഹതാപം തോന്നും. സ്വന്തമായിട്ടൊരു നിലപാടില്ല, പറയുന്ന വാക്കിന് വിലയില്ല, അവരുടെ ഒരു തീരുമാനമെടുത്താൽ അത് ആ പാർട്ടിക്കകത്ത് പോലും നടപ്പിലാക്കാനുള്ള ശക്തിയില്ല. വലിയേട്ടനായിട്ടുള്ള CPM പറയുന്നത്, അതായത് വലിയേട്ടൻ ശക്തിയിലാണ്, പ്രായം കൊണ്ട് CPI ആണ് മൂത്തത്, പക്ഷേ നിവൃത്തിയില്ല. ഗതികെട്ട അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗതികെട്ട അവസ്ഥ. 4 പേരെ കൂട്ടാൻ പറ്റിയ നല്ല നേതാക്കളും അവരുടെ കൂടെ ഇല്ല. ബിനോയ് വിശ്വത്തെ പോലുള്ളവരൊക്കെയാണ് ഉള്ളത്. അവർക്ക് തന്നെ ഇവിടെ തന്നെ അവർ പറഞ്ഞാൽ കേൾക്കുന്നവരില്ല. പിന്നെ ഓൾ ഇന്ത്യ ലെവലിൽ പറയേണ്ട കാര്യമില്ലല്ലോ. ഗതികേട്. അല്ലാതെ എന്ത് ചെയ്യുക? അനുസരിക്കുക. അല്ലെങ്കിൽ ഇതുപോലെ പറയുന്ന ഇതുപോലുള്ള പരിഹാസ്യമായിട്ടുള്ള വാക്കുകൾ കേട്ടിട്ട് ഒരക്ഷരം മിണ്ടാതിരിക്കേണ്ട ഗതികെട്ട അവസ്ഥയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് CPI എന്ന 100 വർഷത്തിന് മുകളിലായി CPIയുടെ കാര്യം പറയുകയാണെങ്കിൽ പാരമ്പര്യമുള്ള ഒരു പാർട്ടിയുടെ കേരളത്തിലെ അവസ്ഥ. കഷ്ടം എന്ന് മാത്രമേ പറയാനുള്ളൂ.